അയ്യപ്പന്മാർ എത്തിയതോടെ ഭക്തിസാന്ദ്രമായ സന്നിധാനം മൂന്നാം ദിനം നട തുറന്ന ആദ്യ മണിക്കൂറുകളിൽ സന്നിധാനത്ത് കാര്യമായ തിരക്കില്ല. ഇന്നലെ 64,915 പേരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശുണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ഇന്നലെയൊക്കെ നമുക്കറിയാം ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. ഇന്നത്ര തിരക്കില്ലേ? എങ്ങനെയാണ് കാഴ്ചകൾ? അതിര 3 മണിക്ക് നട തുറന്നതിന് ശേഷം രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കാര്യമായിട്ടുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് സോപാനത്തിന് സമീപം, തിരുനടയ്ക്ക് സമീപമാണ്. ഇവിടെ മാത്രമാണ് അല്പമെങ്കിലും തിരക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിന് പുറമെ ഫ്ലൈ ഓവറിനും ഒപ്പം നടപ്പന്തലിനും ഒന്നും തന്നെ കാര്യമായിട്ട് തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് രാവിലെ മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം വളരെ ഭക്തിനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനം ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഉഷപൂജ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. നെയ്യഭിഷേകം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. 11 മണി വരെ നെയ്യഭിഷേക ചടങ്ങുകളായിരിക്കും പ്രധാനമായിട്ടും നടക്കുന്നുണ്ടാവുക. അതിനുശേഷം കളഭാഭിഷേകം, അതിനുശേഷം ഉച്ചപൂജയോടുകൂടി 1 മണിയോടുകൂടി നട അടയ്ക്കും. ശേഷം വൈകിട്ടത്തെ ചടങ്ങുകൾക്കായിട്ട് 3 മണിക്കാണ് നട തുറക്കുന്നുണ്ടാവുക. പിന്നീട് 6:30 മണിക്ക് ദീപാരാധനയും ഒപ്പം 11 മണിക്ക് ഹരിവരാസനവും പാടി നട അടയ്ക്കുന്നതോടുകൂടി ഇന്നത്തെ പ്രധാന ചടങ്ങുകളൊക്കെ തന്നെ അവസാനിക്കും. ഒപ്പം ഇന്ന് 70,000 പേർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് വെർച്വൽ ക്യൂ ആയിട്ട്. എത്രത്തോളം ആളുകൾ ദർശനത്തിൽ എത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലും 70,000 ബുക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും നിരവധി ആളുകൾ ബുക്ക് ചെയ്തിട്ട് വരാതിരിക്കുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ ഉണ്ടായിരുന്നു. ആദ്യ ദിവസം ഏകദേശം 8,000-ഓളം ആളുകൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വന്നിരുന്നില്ല. ഇന്നലെ അത് 10,000-ൽ കൂടുതൽ ആളുകൾ അത്തരത്തിൽ വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നും 70,000-ഓളം ബുക്കിംഗ് ഉണ്ട്. പക്ഷേ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കാണുന്ന സ്ഥിതി അനുസരിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായിട്ട് കുറവുണ്ടാവാനാണ് സാധ്യത ഇന്നും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, പ്രത്യേകിച്ച് അധിക നേരം അധിക മണിക്കൂറുകൾ വരി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതായിട്ട് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അതായത് 18-ാം പടി വഴി ഇപ്പോൾ നിലവിൽ 72-ഓളം, ശരാശരി 72-73 തീർത്ഥാടകരെ 1 മിനിറ്റിൽ കടത്തിവിടുന്നുണ്ട്. അത് തിരക്ക് കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ 80-നും 85-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് 18-ാം പടിയിൽ ഡ്യൂട്ടി സമയം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സമയവും കുറച്ചിട്ടുണ്ട്. 15 മിനിറ്റായിട്ട് കുറച്ചിട്ടുണ്ട്. നേരത്തെ 20 മിനിറ്റ് ഒരു ഷിഫ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥർ 18-ാം പടിയിൽ ഡ്യൂട്ടി ചെയ്തിരുന്നു. സ്വാമിമാരെ മുകളിലേക്ക് കയറ്റിവിടുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്യൂട്ടി ചെയ്തിരുന്നു. അത് 15 മിനിറ്റായിട്ട് കുറച്ചിട്ടുണ്ട്. ഡ്യൂട്ടി സമയം കുറയ്ക്കുന്നത് പോലീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് നിലവിൽ പോലീസ് കടന്നിരിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് ശരാശരി ഇപ്പോൾ 70-ന് മുകളിൽ തീർത്ഥാടകരെ 1 മിനിറ്റിൽ പടി ചവിട്ടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ദേവസ്വം ബോർഡിനും ഒപ്പം പോലീസിനും ഉണ്ട്. ഒപ്പം പമ്പയിലടക്കം ഒരു വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് രാവിലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വെർച്വൽ ക്യൂ പരിശോധനാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കാര്യമായിട്ട് വരി നിൽക്കേണ്ട ഒരു സാഹചര്യം തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നില്ല. ഒപ്പം തീർത്ഥാടകരുടെ വാഹനങ്ങൾ കൃത്യമായിട്ട് പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. നിലവിൽ നിലയ്ക്കലിൽ വാഹന പാർക്കിംഗ് സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. 2,000-ഓളം അധിക വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നിലയ്ക്കലിൽ സാധിക്കുന്നുണ്ട്. നേരത്തെ 8,000, 7,500 വാഹനങ്ങളായിരുന്നു ശരാശരി പാർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 10,000 വാഹനങ്ങളോളം നിലയ്ക്കൽ മാത്രം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒപ്പം സ്വാമിമാരുടെ ചെറിയ വാഹനങ്ങൾ പമ്പ, ത്രിവേണിയിലും പാർക്കിങ്ങിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ യാത്രാ സൗകര്യവും മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം KSRTCയുടെ ചെയിൻ സർവീസുകളും ദീർഘദൂര സർവീസുകളും ഒക്കെ തന്നെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഒരു പരാതി ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ, അല്ലെങ്കിൽ അത്തരത്തിൽ തീർത്ഥാടനം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നിലവിൽ ഈ ദേവസ്വം അധികൃതരുടെ ഒരു അവലോകനത്തിൽ അവരുടെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസാദ വിതരണത്തിലടക്കം കൃത്യമായിട്ട് ക്രമീകരണങ്ങളുണ്ട്. നിലവിൽ ആവശ്യത്തിലധികം പ്രസാദം സന്നിധാനത്ത് സ്റ്റോക്ക് ഉണ്ട് എന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അമ്മേ സ്വാമി ശരണം, എവിടുന്നായിരുന്നു? നിലമ്പൂര്. എങ്ങനെയുണ്ട് അത്? മലകയറ്റമൊക്കെ സുഗമമായിരുന്നു? വളരെ സൗകര്യം. തിരക്കുണ്ടായിരുന്നു പമ്പയിലൊക്കെ? സാമാന്യ തിരക്കുണ്ടായി. വരി നിൽക്കേണ്ടി വന്നു, ക്യൂ നിൽക്കേണ്ടതായിട്ടൊരു സാഹചര്യം ഇല്ലല്ലേ? എപ്പോഴും ദർശനം, ഇന്നലെ ദർശനം നടത്തിയായിരുന്നു? രാത്രി ദർശനം നടത്തിയായിരുന്നു? രാവിലെയാണ് നടത്തിയത്? രാത്രിയും നടത്തി, രാവിലെയും തൊഴുതു. എന്നാലും സുഖമായിട്ട് തൊഴുതല്ലേ? ശരി, അത് തന്നെയാണ് തീർത്ഥാടകരും പറഞ്ഞതാണ്. സുഖമായിട്ട് തൊഴാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവർ ഇന്നലെ രാത്രി ദർശനം നടത്തിയവരാണ്. അവർ രാവിലെ വീണ്ടും ഒരു ദർശനത്തിന് വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ട്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സുഗമമായിട്ട് ദർശനമടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പരാതിക്ക് അടിസ്ഥാനമില്ലാത്ത രീതിയിൽ തീർത്ഥാടനം സുഗമമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിന് ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന്.